മക്കൾ കൺകുളിർമയുള്ളവരാകാൻ എന്നൊരു വിഷയമാണ് ഞാൻ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മളൊക്കെ ജീവിതത്തിൽ പകർത്തുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ്. എത്ര കേട്ടാലും നമ്മൾ അതൊരിക്കലും മറക്കാൻ പാടില്ലാത്ത വളരെ മഹത്തായ ഒരു വിഷയം ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് ഇന്ന് ചർച്ച ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ 3 ഘട്ടങ്ങളായിട്ടാണ് ഇന്നത്തെ വിഷയം ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. മക്കളെ കുറിച്ച് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ അഭിലാഷങ്ങൾ, ആഗ്രഹങ്ങൾ എന്താന്ന് ചോദിച്ചാൽ അയാൾ പറയും നല്ലൊരു ജോലി വേണം. ജോലി ലഭിച്ചാൽ പിന്നെ എന്താ അടുത്ത ലക്ഷ്യം? അപ്പൊ പറയും എനിക്ക് നല്ലൊരു ഭാര്യയെ കിട്ടണം, സ്വാലിഹത്തായ കൺകുളിർമയുള്ള ഒരു പെണ്ണ് വേണം. അത് കഴിഞ്ഞാൽ അടുത്ത ലക്ഷ്യം നല്ല സ്വാലിഹീങ്ങളായ മക്കൾ ഉണ്ടാവണം. പിന്നെയോ ഒരു വീട് വേണം, പിന്നെയോ ഒരു വാഹനം വേണം. ഇതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ അഭിലാഷങ്ങൾ, ജീവിതത്തിലെ ആഗ്രഹങ്ങൾ. അതാണ്. മക്കളെ കിട്ടാതെ എത്രയോ ആളുകൾ പ്രയാസപ്പെടുകയാണ്. മക്കളില്ലാത്ത ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. വേദന കടിച്ചമർത്തി ജീവിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെയുണ്ട്. ഇപ്പോ അള്ളാഹു നമ്മൾക്കൊക്കെ മക്കളെ നൽകി. ആ മക്കളെ എങ്ങനെ വളർത്തണം, ഏത് രീതിയിലാണ് അവർക്ക് നമ്മൾ ശിക്ഷണം നൽകേണ്ടത് എന്ന ചർച്ചയാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. അള്ളാഹു നമ്മൾക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സൂക്ഷിപ്പ് മുതലാണ് നമ്മുടെ മക്കൾ. നമ്മളൊക്കെ വിചാരിക്കും മക്കൾ ഉണ്ടാവാന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുക, ഒരു ആടറക്കുക, അല്ലെങ്കിൽ ചിക്കൻ ബിരിയാണി കൊടുക്കുക, മട്ടൻ ബിരിയാണി കൊടുക്കുക, ഇതാണ് ഒരു കല്യാണം എന്നാണ് നമ്മളൊക്കെ ചിന്തിച്ചത്. സത്യത്തിൽ കല്യാണം എന്ന് പറയുന്നത് ഭാരിച്ച ഉത്തരവാദിത്തമാണ്. നിസാരമായി കാണരുത്. കല്യാണം എല്ലാവരും കഴിക്കുന്നു, ഞാനും കഴിക്കുന്നു എന്നല്ല. അത് വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ്. മീസാഖൻ ഗലീള, ഒരു ശക്തമായ കെട്ടുറപ്പുള്ള ഉടമ്പടിയാണ്. അള്ളാഹുവിന്റെ നാമത്തിലുള്ള ഒരു ഉടമ്പടിയാണത്, ഒരു കരാറാണത്. അങ്ങനെ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന ആളുകളുടെ മുമ്പിൽ ഭാരിച്ച ബാധ്യതകളും കടമകളുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൽ വളരെ പ്രധാനപ്പെട്ടത് മക്കൾ തന്നെയാണ്. നാളെ മഹ്ശറാ ലോകത്ത് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മക്കളെ കുറിച്ച് മാതാപിതാക്കളോട് ചോദിക്കുമെന്നാണ്. നീ ഉപ്പയോട് എങ്ങനെ പെരുമാറി, മാതാപിതാക്കളോട് മോശമായി പെരുമാറിയില്ലേ എന്ന് മക്കളോട് ചോദിക്കുന്നതിനു മുമ്പേ അള്ളാഹു മാതാപിതാക്കളോട് ചോദിക്കുമെന്നാണ്. നീ നിങ്ങളുടെ മക്കളോട് നിങ്ങൾ എങ്ങനെ പെരുമാറിയെന്ന്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതി. നിങ്ങളെല്ലാവരും ഭരണാധികാരികളാണ്. നിങ്ങളോട് അല്ലാഹു തആല നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അല്ലാഹു ചോദ്യം ചെയ്യും. അതിൽ വറജുലു റാഇൻ ഫീ ബൈതിഹി, ഒരു പുരുഷൻ വീട്ടിലെ ഭരണാധികാരിയാണ്. വീട്ടിലെ എല്ലാ വിഷയങ്ങളും വീട്ടിലെ ഭരണാധികാരിയോടാണ് അല്ലാഹു ചോദിക്കുക. ഒരു സ്ഥാപനത്തിന്റെ വിഷയങ്ങൾ കമ്മിറ്റി ഭാരവാഹികൾ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പലോട് ചോദിക്കുന്നത് പോലെ ഒരു മഹല്ലിന്റെ ഉത്തരവാദിത്തം ആ മഹല്ലിന്റെ സെക്രട്ടറിയോട് ചോദിക്കുന്നത് പോലെ, ഒരു ക്ലാസിന്റെ ഉത്തരവാദിത്തം ക്ലാസ് ലീഡറോട് ചോദിക്കുന്നത് പോലെ, ഒരു സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഒരു ജില്ലയുടെ ഉത്തരവാദിത്തം അവിടുത്തെ ഉത്തരവാദപ്പെട്ട MLA-മാരോട് ചോദിക്കപ്പെടുന്നത് പോലെ. വളരെ വിഷമമാണ് നമ്മുടെ നാടിന്റെ റോഡിന്റെ അവസ്ഥയൊക്കെ. ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്യേണ്ട സ്ഥലം 5 മണിക്കൂറാണ് ഞാൻ ഇന്ന് യാത്ര ചെയ്യാനെടുത്തത്. മനഃപൂർവ്വം വൈകിയതൊന്നുമല്ല, അങ്ങനെ വൈകുന്ന ഒരു ശീലം എനിക്കില്ല. എന്തായാലും 7 മണി എന്ന് പറഞ്ഞാൽ 6:30 എത്തണം എന്ന ഒരു സ്വഭാവം അത് ജീവിതത്തിൽ പകർത്താറുണ്ട്. ഇന്നലെ തെറ്റി, ഇന്നും തെറ്റി. ഇന്നലെ തെറ്റിയത് മാഹിയിൽ വലിയൊരു ബ്ലോക്കാണ്, ചർച്ചിലൊരു പരിപാടി, 2 മണിക്കൂറോളം അങ്ങനെ പോയി. ഇന്ന് തെറ്റാൻ കാരണം നമ്മുടെ ശോചനീയമായ റോഡിന്റെ അവസ്ഥ. 20 സ്പീഡിന് കൂടുതൽ വരാൻ പറ്റാത്ത റോഡാണ്. എന്ത് ചെയ്യും? 4 മണിക്ക് കലാച്ചിയിലുണ്ട്, 80 കിലോമീറ്റർ ഇല്ല. 80 കിലോമീറ്റർ വരാൻ മാക്സിമം പോയ 1.5 മണിക്കൂർ മതി. 5 മണിക്കൂറോളം യാത്ര ചെയ്തു. ഇത്തരം വിഷയങ്ങളിലാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. വയനാട്ടുകാരായ നമ്മൾ നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങളുമായി മുന്നേറിയാൽ മതിയോ? നമ്മളൊക്കെ വാഹനങ്ങൾ വാങ്ങുമ്പോൾ റോഡ് ടാക്സ് കിട്ടാറുണ്ട്. പക്ഷെ റോഡിന്റെ അവസ്ഥ എന്താണ്? ഇത്തരം വിഷയങ്ങളിലൊക്കെ നമ്മളൊരു കെട്ടുറപ്പായി, അതിൽ പാർട്ടിയും സംഘടനയും ഒന്നും അതിൽ നോക്കേണ്ടതില്ല. എല്ലാവരും ഒന്നിച്ച് പ്രതിഷേധിക്കേണ്ട വിഷയമാണിത്. എത്ര സമയമാണ് നമ്മുടെയൊക്കെ നഷ്ടപ്പെടുന്നത്? 3-4 മണിക്കൂർ ഓരോ പൗരനും നഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ ഇതിന്റെ അധികാരികൾക്ക് അതിൽ ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞ് കൈ കഴുകാൻ പറ്റുമോ?
മുസ്ലിമീങ്ങളാണെങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. അല്ലാത്തവർക്ക് പിന്നെ ദൈവവിശ്വാസമില്ലാത്തവരെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോ അതിൽ പോരായ്മകൾ വന്നാൽ അള്ളാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയാതെ രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് ഇത്തരം ഉത്തരവാദികൾ, ഇത്തരം വിഷയങ്ങളൊക്കെ വളരെ വേഗത്തിൽ പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങളാണ്. റോഡ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ മൗലികമായ അവകാശങ്ങളിൽ വേണമെങ്കിൽ നമ്മൾക്ക് ഉൾപ്പെടുത്തുക. കാരണം ഒരു വികസനം എന്ന് പറയുന്നത് തന്നെ, ഒരു നാടിന്റെ വികസനം എന്ന് പറയുന്നത് മനോഹരമായ റോഡാണ്. അത് തന്നെ നമ്മൾക്കില്ലെങ്കിൽ അതിൽ എത്രയോ കഷ്ടപ്പെട്ട് സ്കൂളിലേക്ക് പോകുന്നവരുണ്ട്, ഹോസ്പിറ്റലിലേക്ക് പോകുന്നവരുണ്ട്, മറ്റുള്ള മേഖലകളിലൊക്കെ യാത്ര ചെയ്യുന്നവർ. അവരുടെ വിലപ്പെട്ട 1, 2, 3 മണിക്കൂറൊക്കെ നഷ്ടപ്പെടാന്ന് പറഞ്ഞാൽ ഉത്തരവാദപ്പെട്ട ഇതിന്റെ നേതാക്കന്മാർക്ക് എന്താ പണി? എന്തിനാ നമ്മളൊക്കെ വോട്ടിട്ട് വിജയിപ്പിക്കേണ്ട ആവശ്യം എന്താ? അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മളൊന്ന് സംഘടിപ്പിച്ച് ഇതിനൊക്കെ പ്രതിഷേധമൊക്കെ നമ്മൾ നടത്തണം. എങ്കിലേ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. എന്തായാലും കുഴപ്പമില്ല, എങ്ങനെ പോയിക്കോട്ടെ. അടുത്ത വർഷം വോട്ട് ചെയ്യുക, പിന്നെ വീണ്ടും 5 വർഷം പോവാ, പിന്നെ വീണ്ടും വോട്ട് ചെയ്യുക, പിന്നെ വീണ്ടും 5 വർഷം പോവാ. റോഡാണെങ്കിൽ ഇങ്ങനെ ഖിയാമത്ത് നാൾ വരെ എങ്ങനെ തന്നെ. മാറ്റങ്ങൾ വേണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കുല്ലുക്കും റായിൻ, നിങ്ങൾ എല്ലാവരും ഭരണാധികാരികളാണ്. വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അല്ലാഹു നാളെ ചോദ്യം ചെയ്യാൻ പോകുന്നുണ്ട്. ഒരു പള്ളി സെക്രട്ടറിയോട് അല്ലാഹു ചോദിക്കും പള്ളിയുടെ വിഷയങ്ങൾ, മഹല്ലിന്റെ വിഷയങ്ങൾ. ഒരു സ്ഥാപനത്തിന്റെ സെക്രട്ടറിയോട് അല്ലാഹു ചോദിക്കും സ്ഥാപനത്തിലെ വിഷയങ്ങൾ. ഒരു വീടിന്റെ ഉത്തരവാദിത്തം അല്ലാഹു ചോദിക്കുന്നത് വീട്ടിലെ ഉപ്പയോടാണ്. ഉപ്പയില്ലെങ്കിലോ, വീട്ടിൽ ഉപ്പയില്ലെങ്കിലോ പിന്നെ വീടിന്റെ ഭരണാധികാരി ആ വീട്ടിലെ പെണ്ണാണ്. ഭൂരിഭാഗം സമയങ്ങളിലും വീട്ടിൽ ആണുങ്ങൾ ഉണ്ടാവാറില്ല. രാവിലെ ആയാൽ ജോലിക്ക് പോകുന്നവരാണ്, അല്ലെങ്കിൽ മാസങ്ങളോളം ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുന്നവരാണ്. പുറം നാടുകളിൽ പോയി ജോലി ചെയ്ത് ആഴ്ചയിൽ ഒരു തവണ വീട്ടിലേക്ക് വരുന്നവർ. ചുരുക്കി പറഞ്ഞാൽ ഒരു വീട്ടിൽ ഭൂരിഭാഗം സമയങ്ങളിലും പുരുഷന്മാർ അഥവാ ഭർത്താക്കന്മാർ വീട്ടിലുണ്ടാവാറില്ല. അപ്പൊ ആരാണ് വീട് ഭരിക്കേണ്ടത്? ഒരു വീടിന്റെ ഭരണാധികാരി ഭർത്താവില്ല സമയങ്ങളിൽ ഭാര്യയുടെ കൈകളിലാണ്. ഭാര്യയോടാണ് അല്ലാഹു ഈ വിഷയങ്ങളെല്ലാം ചോദ്യം ചെയ്യുന്നത്. മക്കളുടെ വളർച്ചയെക്കുറിച്ച്, മക്കളുടെ ദീനിനെ കുറിച്ച്, വീട്ടിലെ എല്ലാ വിഷയങ്ങളും അല്ലാഹു നാളെ ചോദ്യം ചെയ്യുന്നത് വീട്ടിലുള്ള ഭാര്യമാരോടാണ്. നമ്മുടെ വിഷയം മക്കളെ എങ്ങനെ നമ്മൾക്ക് കൺകുളിർമയുള്ളവരാക്കി മാറ്റാമെന്നുള്ളതാണ്. 3 വിഷയങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം. മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട വിഷയം. 2, കുട്ടികൾ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടവ. 1, മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം. 2, മക്കൾ ഉണ്ടാകുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയം. 3, മക്കൾ ഉണ്ടായതിനു ശേഷം ശ്രദ്ധിക്കേണ്ട വിഷയം. 3 വിഷയങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യാനുള്ളത്. അതിലൊന്നാമത്തേത്, മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ വിഷയങ്ങളാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിലും ചില വിഷയങ്ങൾ ചില ഭാഗങ്ങളാക്കി മാറ്റാൻ സാധിക്കും നമ്മൾക്ക്. വളരെ പ്രധാനമായി 4 വിഷയങ്ങളാണ് ഇവിടെയുള്ളത്. 1, നമ്മുടെ ഇണയെ തിരഞ്ഞെടുക്കുന്ന സമയം, നമ്മുടെ ഭാര്യയെ തിരഞ്ഞെടുക്കുന്ന സമയം ഏറ്റവും നല്ല ഭാര്യയെ നമ്മൾ തിരഞ്ഞെടുക്കണം. ഒന്നാമത്തെ വിഷയം, മക്കളോടുള്ള കടമയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മക്കൾ കൺകുളിർമയുള്ളവരാകണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ വളരെ പ്രധാനമായി ഒന്നാമത്തെ ബാധ്യത നമ്മുടെ മുമ്പിലുള്ളത് ഏറ്റവും നല്ല ഭാര്യയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒന്നാമത്തെ വിഷയം നമ്മൾക്ക് ചർച്ച ചെയ്യാം. ഭാര്യ എങ്ങനെയുള്ളവളായിരിക്കണം? മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, തഖയ്യറൂ ലിനുതഫികും വഅൻകിഹുൽ ലക്ഫാ വഅൻകിഹു ഇലൈഹിം. നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഇണയെ, നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഇണയെ നിങ്ങൾ തെരഞ്ഞു പിടിക്കണമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. തഖയ്യറൂ ലിനുതഫികും, നിങ്ങളുടെ ഇന്ദ്രിയത്തുള്ളികൾ എവിടെയാണ് നിക്ഷേപിക്കേണ്ടത് എന്ന് നിങ്ങൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്യേണ്ടതുണ്ട്, ആദ്യം തന്നെ പദ്ധതി ആവിഷ്കരിക്കേണ്ടതുണ്ട്. കാരണം അവിടെ നിന്നാണ് നമ്മൾക്ക് മക്കൾ ഉണ്ടാവാൻ പോകുന്നത്. അപ്പൊ നമ്മളുടെ മക്കളുടെ ഉമ്മയാവാൻ യോഗ്യതയുള്ള ഒരു പെണ്ണിനെയാണ് നമ്മൾ തെരഞ്ഞെടുക്കേണ്ടത്. ഉമ്മ ആർക്കാവാ അല്ലെ? ചില ആളുകൾ വർഷങ്ങളോളം
മക്കളില്ലാതെ പ്രയാസപ്പെട്ട് ദുആ ചെയ്ത് മരണം വരെ മക്കളില്ലാത്ത ആളുകളുണ്ട്. എന്നാൽ ചില ആളുകൾ ഒന്ന് സ്കൂളിൽ നിന്ന് ചെറുതായിട്ട് ടൂർ പോയതാണ്, തിരിച്ചു വരുമ്പോൾ കുട്ടിയായി. അങ്ങനെ സിമ്പിളായിട്ട് കുട്ടിയാകുന്ന ആളുകളുണ്ട്. എന്നാൽ കാലാകാലം തലകുത്തി മറിഞ്ഞാലും കുട്ടിയാവാത്ത ആളുകളുണ്ട്. അപ്പൊ നമ്മൾക്കുണ്ടാവാൻ പോകുന്ന ഉമ്മ, മക്കളുണ്ടാവാൻ പോകുന്ന ഭാര്യ, അവൾ എങ്ങനെയുള്ളവരാവണം? നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ ഉമ്മ അവൾ ഏറ്റവും നല്ലവരാകണം. മക്കളെ വളർത്താൻ പ്രാപ്തയായ ഒരു പെണ്ണാവണം. അവളെ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്, ഒരുപാട് വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇയ്യാകും വഖൽറാഅദ്ദിമൻ, നിങ്ങൾ ഖൽറാഉദ്ദിമൻ എന്ന് പറയുന്ന പെണ്ണിനെ കല്യാണം കഴിക്കരുത്. ഖൽറാഉദ്ദിമൻ എന്ന പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിക്കരുത്. സ്വഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്താണ് ഖൽറാഉദ്ദിമൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അൽ മർഅത്തുൽ ഹുസ്നാ, സുന്ദരിയായ പെണ്ണ്, നല്ല സൗന്ദര്യമുള്ള പെണ്ണിനെ നിങ്ങൾ കല്യാണം കഴിക്കരുത്. എന്റെ പെണ്ണ് സൗന്ദര്യം ഉണ്ടല്ലോ, അങ്ങനെ ചിന്തിക്കും അല്ലെ. സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ കല്യാണം കഴിക്കരുത്. അൽ മർഅത്തുൽ ഹുസ്ന, പക്ഷെ എങ്ങനെയുള്ള സൗന്ദര്യമുള്ള പെണ്ണാണ്? ഫിൽ മംബിതിസ്സൂ, അല്ലാഹുവിനെ പേടിയില്ലാത്ത വീടുകളിൽ വളരുന്ന സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ നിങ്ങൾ കല്യാണം കഴിക്കരുത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ പേടിയുള്ള വീടുകളിൽ വളരുന്ന സുന്ദരികളെ കല്യാണം കഴിക്കാം. ഇപ്പൊ സുന്ദരികൾ തന്നെ വേണം, ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷേ അവരെവിടെയാണ് വളരുന്നത് എന്ന് ശ്രദ്ധിക്കാനുണ്ട്. അവരുടെ വീടിന്റെ സാഹചര്യങ്ങൾ അന്വേഷിക്കണം. അവരുടെ ഉമ്മ എങ്ങനെ, അവരുടെ ഉപ്പ എങ്ങനെ, അവരുടെ ജ്യേഷ്ഠന്മാരാങ്ങളമാരെങ്ങനെ എന്ന് പഠനം നടത്തണം. ആകെ ബസ് സ്റ്റാൻഡിൽ കാണുന്ന സുന്ദരിയെ നോക്കി പ്രപ്പോസൽ ചെയ്യാൻ പോകരുത്. അവരുമായി പ്രപ്പോസൽ നടത്തരുത്. ബസ് സ്റ്റാൻഡിൽ കണ്ടതിന്റെ പേരിൽ, കോളേജുകളിൽ കണ്ടതിന്റെ പേരിൽ, കല്യാണ വീടുകളിൽ കണ്ടതിന്റെ പേരിൽ, ബസ്സിലോ ട്രെയിനിലോ കണ്ടതിന്റെ പേരിൽ ഒരു പെണ്ണുമായി പ്രപ്പോസൽ നടത്തരുത് എന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരു പെണ്ണിനെ കണ്ടിഷ്ടമായി, പെണ്ണിന്റെ വീട് അന്വേഷിച്ചു, പെണ്ണിന്റെ കുടുംബം അന്വേഷിച്ചു, പെണ്ണിന്റെ വീടിന്റെ സാഹചര്യങ്ങൾ അന്വേഷിച്ചു. മാഷാ അല്ലാഹ്, അല്ലാഹുവിനെ പേടിയുള്ള നല്ല കുടുംബമാണത്. അയൽവാസികളോട് ചോദിച്ചു ഈ കുടുംബത്തെ കുറിച്ച്, പരിചയമുള്ളവരോട് ചോദിച്ചു ഈ കുടുംബത്തെ കുറിച്ച്. എല്ലാവർക്കും പറയാനുള്ളത് 100 അഭിപ്രായമാണ്, നല്ല അഭിപ്രായമാണ്, ഏറ്റവും നല്ല ദീനീ ബോധമുള്ള വീട്ടുകാരാണെന്ന അഭിപ്രായം ലഭിച്ചാൽ അങ്ങനെയുള്ള സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ കല്യാണം കഴിക്കുന്നതിൽ യാതൊരു വിരോധമില്ല എന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ താല്പര്യം. അല്ലാതെ സാഹചര്യങ്ങൾ നോക്കാതെ സൗന്ദര്യമുള്ള പെണ്ണിനെ തേടി പോയാൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം തകരും. മരണം വരെ നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും കിട്ടൂല. വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. പിന്നെയോ മഹാന്മാര് പറയാറുണ്ട്, ഖാല ബഅലുൽ അറബ്, അറബികളിൽപ്പെട്ട ചില ആളുകൾ, ചില പണ്ഡിതന്മാര് പറഞ്ഞു, ലാ തൻകിഹൂ മിനൻ നിസാഇ സിത്ത, 6 വിഭാഗം പെണ്ണുങ്ങളെ നിങ്ങൾ ഒരു കാരണവശാലും കല്യാണം കഴിക്കാൻ പാടില്ല. കല്യാണം കഴിച്ചവർ ആലോചിക്കേണ്ട, കഴിച്ച പെണ്ണിന് നമുക്ക് സ്വാലിഹ്യങ്ങളാവാൻ വേണ്ടി ദുആ ചെയ്യാം, സ്വാലിഹാത്തുകളാവാൻ വേണ്ടി ദുആ ചെയ്യാം. ഇനിയിപ്പോ രണ്ടാമത് ഉസ്താദ് പറഞ്ഞ ആ മാനദണ്ഡങ്ങളെല്ലാം വെച്ച് ഒന്നും കൂടി ഉസ്താദെ നോക്കിയാലും അത് വേണ്ട, ഉള്ളത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ദുആ ചെയ്യാം. അല്ലാഹു നമ്മയും നമ്മുടെ ഭാര്യമാരൊക്കെ നന്നാക്കി തരട്ടെ. ഭാര്യമാരെ മാത്രം നന്നാക്കണമെങ്കിൽ നമ്മൾ വലിയ നല്ലവരാവണ്ടേ? നമ്മളെയും നമ്മുടെ ഭാര്യമാരെ അല്ലാഹു നന്നാക്കി തരട്ടെ. പരസ്പരം കൺകുളിർമയുള്ള ജീവിതം നയിക്കാൻ, സന്തോഷമുള്ള ജീവിതം നയിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ലാ തൻകിഹൂ മിനൻ നിസാഇ സിത്ത, 6 വിഭാഗം പെണ്ണുങ്ങളെ ഒരു കാരണവശാലും നിങ്ങൾ കല്യാണം കഴിക്കരുത് എന്നാണ് പറഞ്ഞത്. അതിലൊന്ന് ലാ അന്നാന, ഒന്നാമത്തെ വിഭാഗം പെണ്ണ് ലാ അന്നാന. രണ്ടാമത്തേത് വലാ മന്നാന. മൂന്നാമത്തേത് വലാ ഹന്നാന. നാലാമത്തേത് വലാ ഹദ്ദാഖ. അഞ്ചാമത്തേത് വലാ ബറാഖ. ആറാമത്തേത് വലാ ശദ്ദാഖ. ഇങ്ങനെ 6 വിഭാഗം പെണ്ണുങ്ങളെ ഒരു കാരണവശാലും കല്യാണം കഴിക്കരുത് എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ചർച്ച അറബികളിൽ ഉണ്ടായിരുന്നു. അതിലാരാ അന്നാന എന്ന് പറഞ്ഞാൽ ആര്? പെണ്ണിന്റെ പേരൊന്നുമല്ല, ഇതൊരു വിഭാഗം പെണ്ണുങ്ങളാണ്. അന്നാന എന്ന് പറഞ്ഞാൽ ഫഹിയല്ലതി തുക്സിറുൽ അനീൻ,
എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പെണ്ണ്, എപ്പോഴും പരാതിയുള്ള പെണ്ണ്, വത്തശക്കി പരാതിയുള്ള പെണ്ണ്, ഇങ്ങനെ ജീവിതത്തിൽ ഒന്നിലും സംതൃപ്തിയില്ല, ഒരു വിഷയത്തിലും ആ പെണ്ണിന് സംതൃപ്തി, ഖനാഅത്ത് എന്ന് പറയുന്ന വിശേഷണമില്ല. അതൊരു പെണ്ണിന് നഷ്ടപ്പെട്ടാൽ ഖനാഅത്ത് എന്ന് പറയുന്ന ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നത് ഏറ്റവും വലിയ സ്വഭാവ ശുദ്ധിയാണത്. എന്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെയുള്ള ഒരാളാണ്, അൽഹംദുലില്ലാ, എനിക്ക് എന്റെ റബ്ബ് ഇത് തന്നില്ലയോ. പെരുന്നാളിനൊരു വസ്ത്രം വാങ്ങിച്ചാൽ ഇഷ്ടമില്ല, കാണാൻ രസമുള്ളതല്ലെങ്കിലും അൽഹംദുലില്ലാ, എന്റെ ഭർത്താവ് തന്നതല്ലയോ. ഒരു വീടെടുത്താൽ അതിനെ കുറിച്ച് പരാതി, അൽഹംദുലില്ലാ, ചെറുതാണെങ്കിലും ഒരു വീടുണ്ട്, ഒരു വാഹനം ചെറുതാണെങ്കിലും ഒരു വാഹനമുണ്ട്. ഇങ്ങനെ ജീവിതത്തിൽ എന്ത് കിട്ടിയാലും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരു പെണ്ണിനെയാണ് നമ്മൾ കല്യാണം കഴിക്കേണ്ടത്. നേരെ മറിച്ച് എപ്പോഴും പരാതി പറയുന്ന പെണ്ണ്, എന്ത് കൊടുത്താലും തികയാത്ത പെണ്ണ്, എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും ജീവിതത്തിൽ സംതൃപ്തിയില്ലാതെ പരാതിയും പരിഭവങ്ങളും കരച്ചിലുമുള്ള പെണ്ണുങ്ങളെ ഒരു കാരണവശാലും കല്യാണം കഴിക്കരുത് എന്ന് പഴയ അറബികൾ പറയാറുണ്ട്. കല്യാണം കഴിഞ്ഞ ആളുകൾക്ക് മനസ്സിലാകും ഈ പറഞ്ഞ എത്രത്തോളം ശരിയാണെന്ന്, അല്ലെ? വീട്ടിലെത്തിയ പരാതി, വീട്ടിലെത്തിയ കുറ്റവും കുറവും, ഒന്ന് വൈകിയാൽ കുറവ്, നേരത്തെ വന്നാൽ അതിനേക്കാളും വലിയ കുറവ്. ഇങ്ങനെ എല്ലാ വിഷയത്തിലും പരാതി പറയുന്ന ചില പെണ്ണുങ്ങളുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, ഇത്തരം സ്വഭാവം നമ്മൾക്കുണ്ടെങ്കിൽ നമ്മൾ മാറ്റിയേക്കണം. പരാതി പറയുന്നൊരു സ്വഭാവം ഒരിക്കലും നല്ലതല്ല. അത് കുടുംബ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കും, അലോസരപ്പെടുത്തും. ഭർത്താവിനെ വീട്ടിലേക്ക് വരാൻ തന്നെ ഭർത്താവിന് മടി തോന്നിക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് പരാതി പറയരുത്. ഭർത്താവിന്റെ ഭാഗത്ത് ന്യൂനതകൾ ഉണ്ടാകാം, വീഴ്ചകൾ ഉണ്ടാകാം. അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാവണം. എന്റെ റബ്ബ് എനിക്ക് തന്ന ഭർത്താവ്, തെറ്റുകൾ മനുഷ്യ സഹജമല്ലയോ, അത് സ്വാഭാവികമായി സംഭവിക്കുമല്ലോ, അതുകൊണ്ട് ക്ഷമിച്ചേക്കാം, അതിന്റെ പേരിൽ കുറ്റപ്പെടുത്തരുത്. തെറ്റ് സംഭവിക്കാത്ത മനുഷ്യന്മാർ ലോകത്തുണ്ടാവോ? എന്നെങ്കിലും ഒരു തെറ്റു കണ്ടതിന്റെ പേരിൽ മരണം വരെ സംശയ കണ്ണുകളോടെ കാണുകയും മരണം വരെ ഈ പരാതി പറയുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഒരു കാരണവശാലും നമ്മളിൽ നിന്നുണ്ടാവരുത്. അള്ളാഹുവിനെ ഓർത്ത് പുറത്തു കൊടുക്കണം, പിന്നെ അത് മറന്നേക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് പരാതി പറയുന്ന പെണ്ണുങ്ങളെ കല്യാണം കഴിക്കരുത് എന്നാണ്. മന്നാന എന്ന് പറഞ്ഞാൽ തമുന്നു അലാ സൗജിഹാ, ഭർത്താവിന് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്താൽ, എന്തെങ്കിലും ഒരു സഹായം ചെയ്താൽ അതെടുത്തു പറയുന്ന പെണ്ണിനെ കല്യാണം കഴിക്കരുത്. എന്താണ് എടുത്തു പറയാ? ഫതഖൂലു ഫഅൽതു ലിഅജലിക കദാ, നിങ്ങൾക്ക് ഞാൻ ഇത് ചെയ്തു തന്നിട്ടില്ലയോ? ചില പെണ്ണുങ്ങൾ ചോദിക്കും ഭർത്താവിനോട്, ഭാര്യ പറയാണ് എന്നെ ഒന്ന് ടൗണിലേക്ക് കൊണ്ടുപോകണം, എനിക്കൊരു വസ്ത്രം വാങ്ങിച്ചു തരണമെന്നൊക്കെ പറയുമ്പോ ഭർത്താവേ എനിക്ക് പറ്റൂല, സമയമില്ല. അപ്പൊ പെണ്ണ് പറയും നിങ്ങൾക്ക് ചങ്ങാതിമാരുടെ കൂടെ പോകാൻ സമയമുണ്ട്, എന്നെ കൊണ്ടുപോകാൻ സമയമില്ലല്ലേ? ഞാൻ എന്താ നിങ്ങൾക്ക് ഇസ്തിരിട്ട് തരാനാണോ ഞാൻ വന്നത്? ഞാൻ നിങ്ങളുടെ ചെരുപ്പ് തേച്ച് തരാനാ വന്നത്? ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം പാചകം ചെയ്യാനാ വന്നത്? ഞാൻ എന്താ നിങ്ങളുടെ ജോലിക്കാരിയാണോ? ഇങ്ങനെ ചെയ്ത ഗുണങ്ങൾ എടുത്തു പറയുന്ന സ്വഭാവം വളരെ മോശമാണ്. ജീവിതത്തിൽ മറ്റൊരാളെ സഹായിച്ചാൽ അത് മറന്നേക്കണമെന്നാണ്. നമ്മൾ ഒരാളെ സഹായിച്ചാൽ അത് മറന്നേക്കണം. നമ്മളും അങ്ങനെ ചെയ്ത ഗുണങ്ങൾ ഒരു കാരണവശാലും നമ്മൾ എടുത്തു പറയാൻ പാടില്ല. നമ്മൾ ഒരാളെ സഹായിച്ചു, ഒരു 10,000 കൊടുത്ത് സഹായിച്ചു, പിന്നെ അവനെ കാണുമ്പോഴൊക്കെ ഞാനെന്ന് 10,000 തന്നില്ലേ, അല്ലെങ്കിൽ കാണുന്ന ആളുകളൊക്കെ അങ്ങനെ പറഞ്ഞെടുക്കും. അങ്ങനെ ചില ആളുകൾക്ക് സ്വഭാവമുണ്ട്. അത് ചെയ്യരുത്. ഒരു സഹായം ചെയ്താൽ അത് അന്നേക്ക് മറന്നേക്ക്. നേരെ മറിച്ച് ഇങ്ങോട്ടൊരു സഹായം ചെയ്താൽ മരണം വരെ മറക്കാനും പാടില്ല. ഇന്ന് നേരെ വിപരീതമാണ്. ഇങ്ങോട്ട് സഹായം ചെയ്തത് 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും മറക്കും, എന്നാൽ അങ്ങോട്ട് സഹായം ചെയ്ത് മരണം വരെ മറക്കൂല. അങ്ങനെയാണ് മഹാന്മാര് പറഞ്ഞത്. നമ്മെ ഒരാൾ സഹായിച്ചാൽ, എന്തെങ്കിലും ഒരു സഹായം സാമ്പത്തികമായി, ശാരീരികമായി വല്ല സഹായവും നമ്മൾക്ക് നൽകിയാൽ മരണം വരെ അത് മറക്കാൻ പാടില്ല. എന്നാൽ നമ്മൾ മറ്റൊരാളെ സഹായിച്ചാൽ അത് മറന്നു കളഞ്ഞേക്കണം. അതൊരിക്കലും ഓർമ്മയിൽ നമ്മൾ ഉൾപ്പെടുത്താനേ പാടില്ല. പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, ഭർത്താവിന് നിങ്ങൾ ഒരുപാട് ത്യാഗം ചെയ്യുന്നുണ്ട്, അതില്ലാന്നൊരിക്കലും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, നിഷേധിച്ചു കളയാൻ പറ്റൂല. ജീവിതത്തിൽ ഭർത്താവിനോട് ഭാര്യ ചെയ്യുന്ന സഹായം മറ്റൊരാളും ലോകത്ത് നൽകുന്നില്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്, അല്ലെ?
നിങ്ങളൊക്കെ ഭാര്യമാർ അങ്ങനെ തന്നെയല്ലേ? നമ്മൾക്ക് വേണ്ടി എത്രയോ ത്യാഗം അവർ ചെയ്യുന്നുണ്ട്, ഉറക്കൊഴിക്കുന്നുണ്ടവർ. നമ്മൾ രാത്രി 2 മണിക്ക് ചെന്നാലും 3 മണിക്ക് ചെന്നാലും ഒരു പക്ഷേ ഉറങ്ങാതെ കാത്തിരിക്കുന്ന ഭാര്യമാരുണ്ട്. അല്ലെങ്കിൽ മൊബൈൽ ഫോൺ തലയുടെ തൊട്ടടുത്ത് വെച്ച് ഭർത്താവ് വിളിക്കുന്നുണ്ടോ, ഭർത്താവ് എന്തേ എത്താത്തത് എന്ന് പറഞ്ഞ് ഓരോ അരമണിക്കൂറിലും എണീറ്റ് ടൈം നോക്കുന്ന ഭാര്യമാരുണ്ട്. രാവിലെയായാൽ ഭർത്താവിന് ചായയും ഭക്ഷണവും ഒരുക്കുന്ന ആളുകൾ, മക്കളെ നോക്കുന്ന ഭാര്യമാരുണ്ട്. വീടടിച്ചു മാറുന്ന, വസ്ത്രം അലക്കി കൊടുക്കുന്ന, തേച്ചു കൊടുക്കുന്ന, ഭർത്താവിന്റെ എല്ലാ വിഷയങ്ങളിലും ഒരു പ്രയാസം പോലും സൃഷ്ടിക്കാതെ ഭർത്താവിന് ഖിദ്മത്ത് ചെയ്യുന്ന ഭാര്യമാരുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ ഉടനെ നിങ്ങൾ മറന്നേക്കണം, ഒരു കാരണവശാലും നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ നിങ്ങൾ ചെയ്ത സഹായം എടുത്തു പറയാൻ പാടില്ല. എടുത്തു പറയലോടുകൂടി നിങ്ങളുടെ എല്ലാ ത്യാഗത്തിന്റെയും പ്രതിഫലം നഷ്ടപ്പെടുകയാണ്. നിങ്ങളെങ്ങാനും എടുത്തു പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ത്യാഗവും, നിങ്ങളുടെ എല്ലാ ഖിദ്മത്തിന്റെയും പ്രതിഫലം നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് വലാമന്നാന, ചെയ്ത ഗുണങ്ങൾ എടുത്തു പറയുന്ന ഭാര്യമാർ, ആ സ്വഭാവമുള്ള സ്ത്രീകളെ ഒരു കാരണവശാലും നിങ്ങൾ കല്യാണം കഴിക്കരുത്. വലാ ഹന്നാന, ഹന്നാന എന്ന് പറഞ്ഞാൽ തഹിന്നു ഇലാ സൗജിൻ ആഖർ, മറ്റുള്ളവരെ നോക്കി അവരെ കുറിച്ച് അഭിപ്രായം പറയുന്നവർ. കണ്ട പുരുഷന്മാരോട് താല്പര്യമുള്ള ആളുകൾ, പുരുഷന്മാര് കാണാൻ വേണ്ടി വസ്ത്രം ഡ്രസ് ചെയ്യുന്നവർ, അവർ കാണാൻ വേണ്ടി പുറത്തിറങ്ങുന്നവർ, അവർ കാണാൻ വേണ്ടി മുഖത്തെ മിനുക്കുന്നവർ, അവർ കാണാൻ വേണ്ടി അണിഞ്ഞൊരുങ്ങുന്നവർ, മറ്റുള്ളവർ കാണാൻ വേണ്ടി അണിഞ്ഞൊരുങ്ങി പുറത്തേക്കിറങ്ങി അന്യപുരുഷന്മാരോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് കൊഞ്ചി കുഴയുന്ന പെണ്ണുങ്ങളാണെങ്കിൽ ഒരു കാരണവശാലും അവരെ കല്യാണം കഴിക്കരുത് എന്ന് മഹാന്മാരായ ആളുകൾ പറയുന്നുണ്ട്. ഒരു കാരണവശാലും ഇത്തരം വിഭാഗത്തെ കല്യാണം കഴിക്കരുത് എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, നമ്മൾക്ക് കല്യാണം കഴിഞ്ഞാൽ കല്യാണം കഴിയുന്നത് വരെ നമ്മൾക്ക് എന്ത് അഡ്ജസ്റ്റ് ചെയ്യാം? ഈ സൗന്ദര്യബോധമൊക്കെ നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം നല്ലൊരു പുതിയാപ്പിള കിട്ടാൻ വേണ്ടിയിട്ടാണ് മുഖം മിനിക്കലും മനോഹരമാക്കലും നല്ല വസ്ത്രം ധരിക്കലും, അങ്ങനെയൊക്കെ നമ്മൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കല്യാണം കഴിയുന്നത് വരെ, നല്ലൊരു പുതിയാപ്പിള കിട്ടുന്നത് വരെ. എന്നാൽ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ആർക്ക് വേണ്ടിയാണ് പുറത്തു പോകുമ്പോൾ അണിഞ്ഞൊരുങ്ങുന്നത്? പിന്നെ ആർക്ക് വേണ്ടിയാണ് നീ സൗന്ദര്യത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്നത്? നിന്റെ ഭർത്താവാണല്ലോ നിന്റെ ജീവിതം, നിന്റെ ഭർത്താവാണല്ലോ നിന്റെ ലോകം. പിന്നെ ഭർത്താവിന്റെ മുമ്പിലാണ് സമയം ചെലവഴിക്കേണ്ടത്. വലാ ഹന്നാന, മറ്റുള്ളവരോട് കൊഞ്ചി കുഴഞ്ഞ് സംസാരിക്കുന്നവർ. അങ്ങാടിയിൽ പോയാൽ, ടെക്സ്റ്റൈൽസിൽ പോയാൽ, മാളുകളിൽ പോയാൽ, ഷോപ്പുകളിൽ പോയാൽ അവിടെയുള്ള അന്യപുരുഷന്മാരോട് സംസാരിക്കുന്നവർ, അന്യപുരുഷന്മാർക്ക് മുമ്പിൽ യാതൊരു മടിയില്ലാതെ അവരോട് നല്ല ഭാഷയിലൂടെ കുണങ്ങി സംസാരിക്കുന്ന പെണ്ണുങ്ങൾ, സഹോദരിമാർ, അവരെ നിങ്ങൾ കല്യാണം കഴിക്കരുത് എന്ന് പഴയകാല അറബികൾ പറയുമായിരുന്നു. അത്തരം സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് നമ്മൾ മാറ്റണം. നമ്മൾ നമ്മുടെ ഭർത്താവുമായി കടപ്പെട്ടവരാണ്. പിന്നെ മറ്റൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ പാടില്ല. സഹോദരിമാർക്ക് അല്ലാഹു സ്വർഗ്ഗം നൽകുന്നത് ഇദാ സ്വല്ലത ഖംസഹാ, 5 നേരം നിസ്കരിച്ചു, വസ്വാമത് ഷഹ്റഹാ, പരിശുദ്ധമായ റമളാനിൽ നോമ്പെടുത്തു, പിന്നെയോ വഹസുനത് ഫർജഹാ, ഔറത്ത് വെളിവാക്കാതെ ഔറത്ത് മറച്ചു നടക്കണം. ഔറത്ത് മറക്കണം. പെണ്ണിന്റെ ചാരിറ്റി അതാണ്, പെണ്ണിന്റെ ചാസ്റ്റിറ്റി അതാണ്. ഒരു പെണ്ണിന്റെ ഏറ്റവും ചാരിത്രം എന്ന് പറയുന്നത് ഔറത്ത് മറ്റുള്ളവർക്ക് വെളിവാക്കാൻ പാടില്ല. അലി തങ്ങളോട്, സിദ്ദീഖ് തങ്ങളോട്, മഹാന്മാരായ സ്വഹാബാക്കളോട് അള്ളാഹുവിന്റെ ഹബീബ് ചോദിക്കുകയുണ്ടായി, നിങ്ങളിൽ ഏറ്റവും നല്ല പെണ്ണാരാണ്? ഒരു പെണ്ണിനുണ്ടാവേണ്ട ഏറ്റവും നല്ല സ്വഭാവം ഏതാണെന്ന്. അപ്പോഴാണ് സ്വഹാബാക്കൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അലി തങ്ങൾ ഫാത്തിമ ബീവിയോട് ചോദിച്ചു, ഫാത്തിമ, ഒരു പെണ്ണിന്റെ ഏറ്റവും നല്ല സ്വഭാവം എന്താണ്? ഒരു പെണ്ണിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി ഏതാണ്? ഏറ്റവും നല്ല പെണ്ണേതാണ്? അപ്പോഴാണ് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തന്റെ ഭർത്താവിനോട് പറയുന്നത്, അല്ലാ യറൈനദ്ദിജാല വലാ യറാഹുന്നദ്ദിജാൽ, അന്യ പുരുഷന്മാരെ കാണുന്ന രീതിയിൽ അവൾ പുറത്തിറങ്ങുകയോ അവൾ വേഷവിധാനം ധരിക്കുകയോ വസ്ത്രം ധരിക്കുകയോ ചെയ്യില്ല. അന്യപുരുഷന്മാർക്ക് ഇവളെ കാണാൻ പറ്റൂല. അഥവാ അന്യപുരുഷന്മാരുണ്ടെങ്കിൽ മുഖവും അവൾ ശരീരവും മറച്ചിട്ടേ പുറത്തിറങ്ങുള്ളൂ. മറ്റൊരു അന്യപുരുഷൻ അവിടെയെങ്കിലും ഉണ്ട് എന്ന് മനസ്സിലായാൽ ആ ഭാഗത്തേക്ക് അവൾ ഇറങ്ങുകയേ ഇല്ല, മാറി നിൽക്കും. എപ്പോഴും കേട്ടന്റെ പിന്നിലായിരിക്കും അവൾ. എന്നാൽ
പിന്നെ ചില പെണ്ണുങ്ങളുടെ സ്വഭാവമുണ്ട്, പെൺകുട്ടികളുടെ മുഖമൊക്കെ മറക്കും, കണ്ണൊക്കെ ഇട്ടിട്ട് പോവും. റോഡിൽ പോകുന്ന ഒരു ചെറുപ്പക്കാരനെ വെറുതെ വിടൂല. എന്നെ ആരും കാണൂല, എനിക്ക് എല്ലാരും നോക്കാം. ഇത് ശരിയല്ല. അവരന്യ പുരുഷന്മാരെ കാണാൻ പാടില്ല. അവര് കണ്ണ് ചിമ്മണം. കുല്ലിൽ മുഅ്മിനാതി യഗ്ളുൽന മിൻ അബ്സാരിഹിന്ന. നബിയേ, മുഅ്മിനത്തുകളായ പെണ്ണുങ്ങളോട് പറയണം നബിയേ, യഗ്ളുൽന മിൻ അബ്സാരിഹിന്ന, അവരുടെ കണ്ണുകളെ ചിമ്മിക്കളയാൻ പറയണം നബിയേ. അല്ലാഹുവിന്റെ ഹബീബിനോട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വിഷയമാണ്. അല്ലാഹു പറയാണ്, ഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുൽന മിൻ അബ്സാരിഹിന്ന, പെണ്ണുങ്ങളോട് കണ്ണ് ചിമ്മിക്കളയാൻ പറയണം. അഥവാ അന്യപുരുഷന്മാരവർ കാണാൻ പാടില്ല, അവരെ അന്യപുരുഷന്മാരും കാണാൻ പാടില്ല. ഈ ഒരു രീതിയിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നവരാണ് ഏറ്റവും നല്ല സ്ത്രീ എന്ന് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. നാലാമത്തെ വിഭാഗം, വലാ തൻകിഹു ഹദ്ദാഖ അല്ലതി തർമി ഇലാ കുല്ലി ഷൈഇൻ ബിഹദ്ഖതിഹാ ഫതസ്തഹീഹി. എന്ത് കണ്ടാലും അതിനോട് താല്പര്യം തോന്നുന്ന പെണ്ണ് അങ്ങാടിയിലേക്ക് പോവുകയാണ്, ഏതെങ്കിലും ഒരു മാളിലേക്ക് പോവുകയാണ്, ഏതെങ്കിലും ഒരു ഷോപ്പിലേക്ക് പോവുകയാണ്, ഭർത്താവിനോട് പറയാണ് എനിക്കത് വേണം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പോകുമ്പോ എനിക്കതും വേണം. കാറിലൂടെ യാത്ര ചെയ്യുമ്പോ ടെക്സ്റ്റൈൽസിന്റെ പുറത്ത് ഡിസ്പ്ലേക്ക് വെച്ച വസ്ത്രങ്ങളൊക്കെ കാണുമ്പോ എനിക്കത് വാങ്ങിച്ചു തരുമോ? എന്ത് കണ്ടാലും പെണ്ണിന് വേണം. പുതിയ പുതിയ മൊബൈൽ ഫോണുകൾ ഇറങ്ങുമ്പോൾ ഭർത്താവിനോട് പറയാണ് എനിക്ക് മൊബൈൽ ഫോണുകൾ വാങ്ങിച്ചു തരാൻ. പുതിയ മോഡൽ വസ്ത്രങ്ങൾ ഇറങ്ങുമ്പോൾ അതും വാങ്ങിച്ചു തരാൻ. അതുപോലെ തന്നെ മേക്കപ്പ് കിറ്റുകൾ വാങ്ങിച്ചു തരാൻ. എന്നിങ്ങനെ ഭർത്താവിനോട് കണ്ടതെല്ലാം വാങ്ങാൻ പറയുന്ന പെണ്ണ്. ഭർത്താവിന്റെ സാമ്പത്തിക അവസ്ഥ എന്തുമായിക്കോട്ടെ, ഒരു മാസത്തിൽ തന്നെ 2000 റിയാലൊക്കെ ഒരു ഭർത്താവിൽ നിന്ന് സ്വന്തമായി ചെലവഴിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. 2000 റിയാൽ എന്ന് പറഞ്ഞാൽ അവരുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി നാട്ടിലെ 40,000 രൂപയായി. 40,000 രൂപയായി പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി എല്ലാ മാസങ്ങളിലും 2000 റിയാൽ ഭർത്താവിനോട് വാങ്ങാം. എന്താ പെണ്ണിന്റെ അവസ്ഥ? ഇത് പേഴ്സണൽ ആവശ്യമാണ്, വീടിന്റെ ചെലവ് വേറെ. ഇങ്ങനെയൊക്കെ ഒരു ഭർത്താവിന് ഭാര്യയെ പോറ്റി വളർത്താൻ കഴിയുമോ? എത്രയോ ബാധ്യതയാണ് ഈ പെണ്ണിന്റെ പേരിൽ ഭർത്താവിനുണ്ടാവുക. അതുകൊണ്ട് എന്ത് കണ്ടാലും അതിനെ ആഗ്രഹിക്കുകയും അത് വേണമെന്ന് ആഗ്രഹിക്കുകയും അത് വേണമെന്ന് ഭർത്താവിനോട് വാശി പിടിക്കുകയും ചെയ്യുന്ന പെണ്ണുങ്ങളെ ഒരു കാരണവശാലും നിങ്ങൾ കല്യാണം കഴിക്കരുത് എന്ന് അറബികൾ പറയാറുണ്ട്. പിന്നെയോ അഞ്ചാമത്തേത്, വലാ ബറാഖ. ബറാഖ എന്ന് പറഞ്ഞാൽ അൻ തകൂന തൂലൻ നഹാരി ഫീ തസ്ഖീൽ വജ്ഹിഹാ വതസ്യീനിഹി ലിയകൂന വജ്ഹുഹാ ബരീഖാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ മുഖം മിനുക്കുകയാണ് അവൾ. 24 മണിക്കൂറും സൗന്ദര്യബോധത്തെ കുറിച്ചാണ് അവൾ ചിന്തിക്കുന്നത്. എങ്ങനെ ഒഴുക്കാം, എങ്ങനെ ശരീരത്തെ ഭംഗിയാക്കാം, എങ്ങനെ ശരീരത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാം, അതിനു വേണ്ടിയുള്ള മേക്കപ്പ് കിറ്റുകൾ വാങ്ങുക, അതിനു വേണ്ടിയുള്ള ക്രീമുകൾ വാങ്ങുക, അതിനു വേണ്ടുന്ന ആവശ്യ വസ്തുക്കളെല്ലാം വാങ്ങിച്ച് അത് ഉപയോഗിച്ചുകൊണ്ട് 24 മണിക്കൂറും കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്ന പെണ്ണ്, ശരീരത്തെ മിനുക്കുന്ന പെണ്ണ്, സൗന്ദര്യത്തെ കുറിച്ച് ചിന്തിക്കുന്ന പെണ്ണ്, ആകെ ചിന്തിക്കുന്നത് സൗന്ദര്യത്തെയാണ്, സൗന്ദര്യവർദ്ധനവാണെന്നും മനസ്സിലുള്ളത്. ഇത്തരം പെണ്ണുങ്ങളെ കല്യാണം കഴിക്കരുത് എന്നാണ് പറഞ്ഞത്. ആറാമത്തേത്, വലാ ശദ്ദാഖ. ഒരുപാട് സംസാരിക്കുന്ന പെണ്ണ്. ചാറ്റർ ബോക്സ് എന്ന് പറയില്ല, നമ്മൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക. കാണുന്ന ആളോട് വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും എവിടെ പോയാലും ഇവരിങ്ങനെ സംസാരിക്കാണ്. ബസ്സിലാണെങ്കിൽ അപ്പുറത്ത് ആണുങ്ങളുണ്ട്, അപ്പുറത്ത് വേറെ ആളുകളുണ്ട്, അന്യ പുരുഷന്മാരുണ്ട്. ഒരു ഷോപ്പിൽ പോയാൽ അവിടെ വേറെ ആളുകളുണ്ട്. ഇങ്ങനൊന്നും ചിന്തയില്ല, പരിസരബോധമില്ലാതെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങൾ. ഇവരെയും നിങ്ങൾ കല്യാണം കഴിക്കരുത് എന്ന് പഴയകാല അറബികൾ പറയുമായിരുന്നു. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരോട് പറയാണ്, ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകൾ ഇത്തരം സ്വഭാവ ശുദ്ധി ഇല്ലാത്ത ആളുകളെ കല്യാണം കഴിക്കരുത്. ഇനി കല്യാണം കഴിച്ച സഹോദരിമാരാണെങ്കിൽ ഈ രീതിയിലുള്ള സ്വഭാവം നമ്മൾക്കുണ്ടെങ്കിൽ ദയവ് ചെയ്ത ആ സ്വഭാവം മാറ്റിയേക്കണം. ഒന്ന്, പെണ്ണുങ്ങൾ ശ്രദ്ധിച്ചത്, പെണ്ണുങ്ങൾ മാത്രം ശ്രദ്ധിക്കാൻ പറയാം. ഒന്ന്, എപ്പോഴും പരാതിയും പരിഭവവും പറയുന്നൊരു സ്വഭാവം നമ്മൾക്കുണ്ടെങ്കിൽ ആ സ്വഭാവം ഇന്നത്തോടെ മാറ്റിവെച്ചേക്കണം. ഇന്നത്തോടെ ആ സ്വഭാവം നിർത്തിയേക്കണം. രണ്ട്, വലാ മന്നാന.
ചെയ്ത ഗുണങ്ങൾ എടുത്തു പറയുന്ന പെണ്ണ്, ചെയ്ത പ്രവർത്തനങ്ങൾ ഭർത്താവിനെ സഹായിച്ചത് ഒരു കാരണവശാലും എടുത്തു പറയാൻ പാടില്ല എന്നാണ്. അങ്ങനെ ചെയ്ത ഗുണങ്ങൾ എടുത്തു പറയുന്ന സ്വഭാവം നമ്മൾക്കുണ്ടെങ്കിൽ അതും ഇന്നത്തേക്ക് മാറ്റിവെച്ചേക്ക്. മൂന്നാമത്തേത് വലാ ഹന്നാന, കണ്ടവരോടൊക്കെ താല്പര്യം തോന്നുന്ന, അവരെ കുറിച്ച് ഭർത്താവിനോട് വർണ്ണിക്കുന്ന ഒരു സ്വഭാവം നമ്മൾക്കുണ്ടെങ്കിൽ അതും മാറ്റിവെച്ചേക്ക്. അത് നല്ല സ്വഭാവമല്ല. നാലാമത്തേത് വലാ ഹദ്ദാഖ, എന്ത് കണ്ടാലും വേണമെന്ന് വാശി പിടിക്കുന്ന സ്വഭാവം. അങ്ങാടിയിലേക്ക് പോയാൽ 1000ങ്ങളും 10,000ങ്ങളും ഭർത്താവിന് ചെലവാണ്. ഈ രീതിയിൽ എല്ലാ വസ്തുക്കളും ഭർത്താവിനോട് ആവശ്യപ്പെടുന്ന ഒരു സ്വഭാവം നമ്മൾക്കുണ്ടെങ്കിൽ കഴിവിന്റെ പരമാവധി ചെലവുകൾ ചുരുക്കി പിശുക്കി ജീവിക്കുന്നതിന് പകരം, ഗൾഫ് രാജ്യങ്ങളുടെ പ്രതിസന്ധി നമ്മൾക്കറിയാം. പഴയതുപോലെ നോട്ടുകെട്ടുകൾ ഇനി നാട്ടിലേക്ക് വരൂല. പഴയതുപോലെ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് അക്കൗണ്ട് വഴി പണങ്ങൾ ഒഴുകാനുള്ള സാധ്യത വളരെ കുറവാണ്. സൗദിയുടെ കാര്യം പറയേണ്ടതില്ല, മറ്റുള്ള രാജ്യങ്ങളുടെ കാര്യങ്ങൾ പറയേണ്ടതില്ല. സാമ്പത്തികമായി മാന്ദ്യം പിടിച്ചിരിക്കുകയാണ് എല്ലാ രാജ്യങ്ങളിലും. കച്ചവടങ്ങളില്ല. ദൈനംദിനം ഓരോ ദിവസവും ഓരോ കടകൾ ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും എല്ലാം ഒഴിവാക്കി നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണിത്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരിമാരെ, പഴയതുപോലെയല്ല, ഇനി ചെലവ് വർദ്ധിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഭർത്താക്കന്മാരുടെ ജോലി ഭീഷണിയിലാണ്, കച്ചവടം ഭീഷണിയിലാണ്, ഷോപ്പുകൾ ഭീഷണിയിലാണ്. അതുകൊണ്ട് ചെലവ് ചുരുക്കി ജീവിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതും ഇതും വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കല്ല. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. അഞ്ചാമതായി പറഞ്ഞത്, എപ്പോഴും മുഖമ്മുനക്ക്, എപ്പോഴും കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് സൗന്ദര്യത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു സ്വഭാവം നമ്മൾക്കുണ്ടെങ്കിൽ അത് മാറ്റിവെച്ചേക്ക്. നമ്മുടെ സ്വഭാവം, നമ്മുടെ സൗന്ദര്യവും നമ്മുടെ ഭർത്താവിന് മുമ്പിൽ സമർപ്പിച്ച് അന്യ പുരുഷന്മാരുടെ ഇടയിലേക്ക് പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ മുഖവും നമ്മുടെ ഔറത്തുമെല്ലാം മറച്ച് പുറത്തിറങ്ങാൻ ശ്രമിച്ചേക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആറാമത്തേതൊരു ചാറ്റർ ബോക്സ് പോലെ എന്നും സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു സ്വഭാവമാണെങ്കിൽ സംസാരം അല്പം കുറക്കണം. സംസാരം ഒരുപാടരുത്, ഒരുപാട് സംസാരിക്കരുത്. ഒരുപാട് സംസാരിക്കും തോറും ഫഇന്നൽ കലാമൽ കസീർ, ധാരാളം സംസാരിച്ചാൽ നമ്മുടെ ഹൃദയം കടുത്തുപോകുമെന്നാണ്. ഹൃദയം കടുത്തുപോകും. ഹൃദയം കടുത്തുപോയ ആളുകൾ സ്വർഗത്തിൽ നിന്ന് അകലെയാണ് എന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സംസാരം ഹൃദയം കടുത്തുപോകാൻ, ഖസ്വത്തുൽ ഖൽബ്, ഹൃദയത്തിൽ കാഠിന്യം ഉണ്ടാവാൻ കാരണമാകും. അങ്ങനെ കഠിന ഹൃദയമുള്ളവരായി നമ്മൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ജനങ്ങളോട് കരുണയുണ്ടാവൂല, ഭർത്താവിനോട് കരുണയുണ്ടാവൂല, മക്കളോട് കരുണയുണ്ടാവൂല, കാരുണ്യമുണ്ടാവൂല, കണ്ണിൽ ചോരയുണ്ടാവൂല. പിന്നെ അങ്ങോട്ട് തീർപ്പിക്കും. എന്ത് പറഞ്ഞാലും നിങ്ങൾ ആരാത് ചോദിക്കാൻ, അങ്ങനെ ചോദിക്കും. നിങ്ങൾ ആരത് പറയാൻ, ഭർത്താവിനെ അടക്കി ഭരിക്കുന്ന സ്വഭാവം വരും. അപ്പൊ സംസാരം വളരെ കുറക്കുക. അത്യാവശ്യ വിഷയങ്ങളിൽ മാത്രം നമ്മൾ സംസാരിക്കുക. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, 2 കാര്യം നിങ്ങൾ എനിക്ക് ഉറപ്പ് തന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗ്ഗം കൊണ്ട് ഉറപ്പ് തരാമെന്ന്. നിങ്ങൾ എനിക്ക് 2 കാര്യം ഉറപ്പ് തന്നാൽ മതി, ഞാൻ നിങ്ങൾക്ക് സ്വർഗ്ഗം തരാം. വേണോ? വളരെ എളുപ്പമാണ്. 2 കാര്യത്തിൽ നിങ്ങൾ എനിക്ക് ഉറപ്പ് തരണം, നിങ്ങൾക്ക് ഞാൻ സ്വർഗ്ഗം ഉറപ്പ് തരാം. യാതൊരു പേടിയും വേണ്ട. നിങ്ങളുടെ നാവ് ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ നാവിലൂടെ ഹറാമ് വരൂല എന്ന് ഉറപ്പ് തരണം. നിങ്ങളുടെ നാവിനെ നിയന്ത്രിക്കുമെന്ന് എനിക്ക് ഉറപ്പ് തന്നാൽ, 2 ചുണ്ടുകൾക്കിടയിലുള്ള അവയവമാണ് നമ്മുടെ നാവ് എന്നുള്ളത്, ആ നാവിനെ സൂക്ഷിക്കാമെന്ന് എനിക്ക് ഉറപ്പ് തന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗ്ഗം കൊണ്ട് ഉറപ്പ് തരാം. അപ്പൊ സംസാരം കുറക്കുന്നതിനനുസരിച്ച് നമ്മൾ സ്വർഗ്ഗത്തിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. സംസാരം വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മൾ നരകത്തിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. അല്ലാഹു നാളെ നമ്മൾക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ പറഞ്ഞത്, നിങ്ങളുടെ തുടകൾക്കിടയിലുള്ള അവയവം, ലൈംഗിക അവയവം, ആ അവയവത്തെ ഹറാമിൽ ഉപയോഗിക്കൂല, ഹലാലായ രീതിയിലേ ഉപയോഗിക്കൂ എന്ന് ഉറപ്പ് തന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗ്ഗം കൊണ്ട് ഉറപ്പ് തരാമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മക്കൾ നന്നാവാൻ, കൺകുളിർമയുള്ള മക്കൾ ഉണ്ടാവാൻ, ആദ്യത്തെ വിഷയം മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല അല്ലാഹുവിനെ പേടിയുള്ള പെണ്ണുങ്ങളെ തെരഞ്ഞെടുക്കലാണ്, ഭാര്യമാരെ തെരഞ്ഞെടുക്കലാണ്.